ശ്രീ ജെ ആർ പത്മകുമാർ, ഇപ്പോൾ ഈ നന്ദി പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. സഭയിൽ പ്രതിഷേധിച്ച് 8 പ്രതിപക്ഷ എം പിമാരെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം അവസാനിക്കുന്നവരെ അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പിന്നെ പ്രധാനമന്ത്രിയെ വനിതാ എം പിമാർ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു ആരോപണം ഉന്നയിക്കപ്പെടുകയാണ് സ്പീക്കറിന്റെ ഭാഗത്തുനിന്ന്. അതിൽ വിശദീകരണം നൽകാൻ പ്രതിപക്ഷ നേതാവിന് അവസരമില്ല. തുടർച്ചയായി പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നു. ഇത് ഏകപക്ഷീയമായ ഒരു പെരുമാറ്റമല്ല എങ്കിൽ പിന്നെന്താണ്? ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ സമ്പത്തും സെബാസ്റ്റ്യൻ പോൾ സാറും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ 66-ലും 87-ലും ഒക്കെ സ്പീക്കർമാർക്കെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയപ്പോൾ അന്ന് ചെയറിലിരുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഇതാരാണ് ആ കസേരയിൽ ഇരിക്കാൻ പോകുന്നത്? പ്രസക്തമായ ചോദ്യമല്ലേ ശ്രീ ജെ ആർ പത്മകുമാർ? ഗോപികൃഷ്ണൻ, ഇതൊരു BJP വിരുദ്ധ മുന്നണികളുടെ ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സാണ്. അതിനപ്പുറം ഇതിലൊന്നുമില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റിനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചീത്തയാക്കി കാണിക്കാൻ, മോശപ്പെടുത്തുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ മോശമായി കാണിക്കാനുള്ള ഒരു നടപടി എന്നുള്ളതിനപ്പുറം ഇതിൽ നിന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യത്തെ നടപടിയൊന്നുമല്ല. ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2-3 തവണ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്കം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഭരണഘടന ഇതിൽ പറഞ്ഞിട്ടുണ്ട്, സ്പീക്കർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോഷൻ, അവിശ്വാസ പ്രമേയം എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. അവിശ്വാസ പ്രമേയം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെതിരായിട്ട് അവിശ്വാസ പ്രമേയം വരാൻ സാധ്യതയുള്ളൂ. സ്പീക്കറെ അവിടുന്ന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഷൻ കൊണ്ടുവരാം എന്നുള്ളത് അത് സ്വാഭാവികമാണ്. ഒരു എഫക്റ്റീവ് മെജോറിറ്റിയിൽ ഇപ്പോൾ 2 പേർ, എനിക്ക് മുമ്പേ സംസാരിച്ച 2 പേരും പാർലമെൻറ്റ് മെമ്പർമാരായിരുന്നവർ, അവർക്കറിയാം ഒരു എഫക്റ്റീവ് ഒരു മെജോറിറ്റിയിൽ അത് പാസ്സാക്കിയെടുക്കാൻ ഇന്നത്തെ സ്ഥിതിയിൽ അത് കഴിയില്ല. ഇപ്പോൾ നേരത്തെ PDP ആചാരി സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓപ്പോസിഷൻ ലീഡർ എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട റോളാണ് നമ്മുടെ ലോകസഭയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സ്പീക്കർ അതിൽ പ്രിസൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പീക്കർ ഒരു റൂളിംഗ് പാസ്സാക്കിയാൽ അത് അൾട്ടിമേറ്റായിട്ട് അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അതല്ല, അതിന് എതിർപ്പുണ്ടെങ്കിൽ മറ്റു രീതിയിൽ അത് ഉന്നയിക്കാമെന്നല്ലാതെ അത് അനുസരിക്കുക എന്നുള്ളത് പ്രധാനമന്ത്രി ആയാലും മറ്റ് മെമ്പർമാരായാലും ഓപ്പോസിഷൻ ലീഡർ ആയാലും അതിൻ്റെ ഒരു ബാധ്യതയുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? ഒരു റൂളിംഗ് വന്നിട്ടുണ്ട്. ആ റൂളിംഗ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം അതിനെ കോട്ട് ചെയ്ത് ഉയർത്തി കാണിക്കാൻ അത് പാടില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ റൂളിംഗാണ്. അതനുസരിക്കുകയാണ് വേണ്ടത്. ഓപ്പോസിഷൻ ലീഡർ അതിന് ഒരു അല്പം പോലും വില കൽപ്പിക്കാതെ അദ്ദേഹത്തിന് എപ്പോൾ സംസാരിക്കാൻ അവസരം കിട്ടിയാലും ഈ പുസ്തകം എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് ആ സ്പീക്കറെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. പിന്നെ പ്രധാനമന്ത്രി വരുമ്പോൾ പ്രതിപക്ഷത്തെ വനിതാ എം പിമാർ അദ്ദേഹത്തെ ഖരാവോ ചെയ്യുമെന്നും അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അതുകൊണ്ട് അദ്ദേഹം വരേണ്ടതില്ല എന്ന് ഞാൻ തന്നെ അറിയിക്കുകയായിരുന്നു എന്നൊരു നിലപാട് സ്പീക്കർ സ്വീകരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെയല്ലല്ലോ. അത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്, സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടിയ ഒരു സോഴ്സ് ഇൻഫർമേഷൻ അദ്ദേഹം പാർലമെന്റിൽ ഞാൻ താങ്കളോട് അല്ലല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള അവസരം തരാം. ഞാൻ സംസാരിക്കുന്നത് ചോദിച്ചതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിക്കും, ഞാൻ താങ്കളുടെ അവസരമാണ്, താങ്കൾ പറയൂ. അല്ല, അത് ആരാണ് നിയന്ത്രിക്കുന്നത്, ആരാണ് ആങ്കർ ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയം കൊണ്ട്. അല്ല, ഇവിടെ ചെയറിൽ ഒരാളുണ്ട്. അപ്പോ നിഷ്പക്ഷമായി സംബന്ധിച്ചിടത്തോളം സ്പീക്കർക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ സ്പീക്കർക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ കാര്യം ലോക്സഭയിൽ പറഞ്ഞു. ഇങ്ങനെ പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു അൺപ്രസിഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാനുള്ള വനിതാ MP-മാരെ ഷീൽഡായിട്ട് ഉപയോഗിക്കാൻ വന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. ഇതിലെന്താ അപരാധം? അത് സ്പീക്കറോട് പറഞ്ഞു. നമ്മുടെ സഭയിലല്ലേ പറഞ്ഞത്? ആ സഭയിൽ പറഞ്ഞു, സ്പീക്കർ പറഞ്ഞു. അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ അത് പറയാം. അതുകൊണ്ട് സ്പീക്കറെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അതായത് സ്പീക്കർ അല്ല, എനിക്ക് അതിനകത്തൊരു ചെറിയ സംശയം ഞാൻ ചോദിക്കട്ടെ. അതായത് സ്പീക്കർ സഭയിൽ നിയന്ത്രിക്കാൻ വരികയാണ്. അവിടെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ റൂളിംഗ് നൽകാം, അദ്ദേഹത്തിന് നിയന്ത്രിക്കാം. പക്ഷേ അദ്ദേഹം സഭ പ്രതിഷേധിക്കാൻ കൂടിയുള്ളൊരു ഇടമാണല്ലോ, സഭ ഭിന്നാഭിപ്രായങ്ങൾ പറയാൻ കൂടിയുള്ള ഇടമാണല്ലോ, സഭ ജനാധിപത്യപരമായ സംവാദങ്ങൾക്ക്
ഇടം നൽകുന്ന ഒരു ഇടമാണല്ലോ. അതുകൊണ്ടാണല്ലോ അംഗങ്ങളെയെല്ലാം ഒരേപോലെ പരിഗണിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരുപോലെ നിഷ്പക്ഷമായി ഇടപെടുകയും ചെയ്യുന്ന ഒരാൾ സ്പീക്കറായി വരണം എന്ന് നമ്മൾ കരുതുന്നതും അത് ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമാണെന്ന് കരുതുന്നു. പക്ഷെ അവിടെ അദ്ദേഹം പറയുകയാണ് പ്രധാനമന്ത്രിയെ താങ്കൾക്കെതിരെ വലിയ വനിതാ MP-മാർ പ്രതിഷേധിച്ച് താങ്കൾക്കെതിരെ ഒരു ഷീൽഡായി നിൽക്കാൻ പോകുന്നു, അതുകൊണ്ട് വരരുത് എന്ന് ഞാൻ പറഞ്ഞ് അദ്ദേഹത്തെ അറിയിച്ചു എന്ന് പറയുന്ന ആളാണോ സ്പീക്കർ? എന്ന് പറയേണ്ട ആളാണോ സ്പീക്കർ? അല്ല, ആ കാര്യം അദ്ദേഹം പറയുകയും അത് അദ്ദേഹം പറയുകയും രണ്ടാമത്തെ ദിവസം പ്രധാനമന്ത്രി പാർലമെന്റിൽ വന്നല്ലോ. അപ്പോൾ ഈ നമ്മുടെ പാർലമെന്റ് സംവിധാനം പോകുന്നത് അതിൻ്റെ ഇവർക്ക് അറിയാമല്ലോ, ഒരു റൂൾസ് ഓഫ് ബിസിനസ്, ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ചാണ് പോകാനുള്ളത്. ആർക്കും പ്രതിഷേധിക്കാനും എല്ലാത്തിനും അവകാശമുണ്ട്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ പാർലമെന്റ് ഈ പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് അവർക്ക് പാർലമെന്റിൽ വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളോട് അവർ അംഗീകരിക്കാൻ തയ്യാറല്ല, പ്രധാനമന്ത്രി അംഗീകരിക്കാൻ തയ്യാറല്ല, പ്രസിഡന്റ് അംഗീകരിക്കാൻ തയ്യാറല്ല, നമ്മുടെ ചീഫ് ജസ്റ്റിസിനെ അംഗീകരിക്കാൻ തയ്യാറല്ല, ഇലക്ഷൻ കമ്മീഷനെ അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നാൽ അത് സാധ്യമാവുമോ? ഒരിക്കലും സാധ്യമാകില്ല. അവർ ജനാധിപത്യപരമായ രീതിയിൽ അനുവദനീയമായ നിയമം അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് പ്രതിപക്ഷ നേതാവും അംഗങ്ങളും തയ്യാറാകണം. അത് തയ്യാറാകാതെ തങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ സഭ നിയന്ത്രിക്കുന്ന ആളുകൾ അതിന് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ജനാധിപത്യപരമായ അനുവദനീയമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.